അധ്വാനിക്കാത്തത് കൊണ്ടോ വേണ്ടത്ര സമ്പാദ്യം ഇല്ലാത്തത് കൊണ്ടോ അല്ല റസൂലിന്റെ വീട്ടിൽ അടുപ്പ് പുകയാതിരുന്നത്. അങ്ങനെ ഒരു ദാരിദ്ര്യത്തിന്റെ പ്രതീകമൊന്നുമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യുവത്വത്തിൽ തന്നെ റസൂല് സ്വന്തമായി സമ്പാദിക്കാൻ ആരംഭിക്കുന്നുണ്ട്. ഖദീജ ബീവിയുടെ ബിസിനസ്സിൽ ആദ്യം ഒരു സാധാ എംപ്ലോയിയായി പിന്നീട് മാനേജറായി റസൂല് ജോലി ചെയ്യാണ്. റസൂലിന്റെ വിശ്വസ്തതയും സത്യസന്ധതയും കച്ചവടത്തിലെ നൈപുണ്യവും മനസ്സിലാക്കിയ ഖദീജ ബീവി അങ്ങനെയാണ് റസൂലിനെ വിവാഹം അന്വേഷിക്കുന്നതും ജീവിത പങ്കാളിയായി കൂടെ കൂട്ടുന്നതൊക്കെ. അതോടെ കാനത്ത് ഖദീജ അഗ്നാഹിനി മക്ക, അതിസമ്പന്നയായ ഖദീജ ദേവിയുടെ കച്ചവടത്തിൽ ആ ബിസിനസ്സിൽ ഓണർഷിപ്പ് കൂടി റസൂലിന് കിട്ടുക. ഇങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ടും പിന്നെ എന്തുകൊണ്ട് റസൂലും കുടുംബവും പലപ്പോഴും പട്ടിണി അനുഭവിച്ചു എന്ന് ചോദിച്ചാൽ ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക്, ആവശ്യക്കാർക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു. ഒരിക്കൽ 2 മലകൾക്കിടയിൽ മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടം റസൂലിനുണ്ടായിരുന്നു. ഇത് കണ്ട് ഒരാള് ഇതെനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ്. റസൂൽ അത് കൊടുത്തു. ഇത് കിട്ടി അദ്ദേഹം ഗോത്രത്തിലേക്ക് തിരിച്ചുപോയി പറയുന്നുണ്ട്, ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ ലയുഅതി അത അല്ലാ യഖാഫുൽ ഫഖർ. അല്ലാഹുവാണ് സത്യം, മുഹമ്മദ് ദാരിദ്ര്യത്തെ ഭയപ്പെടാതെ കൊടുക്കുന്ന ആളാണ്. സമ്പാദിച്ചതെല്ലാം തനിക്ക് മാത്രമുള്ളതല്ല എന്ന ബോധ്യം. അതുകൊണ്ട് തന്നെയാണല്ലോ പട്ടിണി അനുഭവിക്കുമ്പോൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷനായി എന്നാ നമുക്ക് മുഹമ്മദിന്റെ അടുത്തേക്ക് പോയി ചോദിക്കാം എന്ന് അവരൊക്കെ പറഞ്ഞിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം.